ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 17ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തെളിവുകൾ വ്യക്തമായ വെളിപ്പെടുത്തിയിരിക്കുന്ന ലഭ്യമായിരിക്കുന്ന തെളിവുകൾ. ഈ വിഷയ പഠനത്തിൽ ഇപ്പോൾ നാം നിൽക്കുന്നത് അനേകർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് ചൂണ്ടിക്കാട്ടുന്നൊരു വിഷയമുണ്ട്. ആ വിഷയം മറ്റൊന്നുമല്ല, അവിടെ ചുറ്റും കാണുന്നതും അറിയുന്നതുമായ ദുഷ്ടതകളും കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളുമെല്ലാമാണ്. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലാകാം, സ്വന്തം ജീവിതത്തിലാകാം. വളരെയധികം മാരകമായ വേദനാജനകമായ അന്തരീക്ഷം അവിടെ ചുറ്റും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും തുടങ്ങി. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവമുണ്ട് എന്ന വസ്തുത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, എൻ്റെ മക്കൾക്ക് സംഭവിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് എന്തുകൊണ്ട് സംഭവിച്ചു. അപ്പം ഇങ്ങനെ വേദനാജനകമായ ഇവിടെ ജീവിതത്തിലും സമൂഹത്തിലും ലോകത്തിലും നടക്കുന്ന പലവിധമായ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനേകർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. കാരണം ദൈവത്തിനെതിരെ ഒരു വലിയ ശക്തി ലോകാരംഭം മുതൽ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ദൈവത്തിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നവൻ, ദൈവം നല്ലവനാണോ? ദൈവം നല്ലവനാണെങ്കിൽ നിങ്ങൾക്കിത് അനുവദിക്കാതിരിക്കുമോ? നിങ്ങളുടെ നന്മയാണ് ദൈവം ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തരാതിരിക്കുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് ശത്രുവായ പിശാച് മനുഷ്യൻ്റെ അടുക്കൽ ആദ്യം സമീപിച്ചത് തന്നെ. അപ്പോൾ അവൻ്റെ ആ ശ്രമം വിട്ടുകളയില്ല. ആ ശ്രമം തുടരുകയാണ് പല രൂപത്തിൽ, പല ചോദ്യങ്ങളിലൂടെ. ഈ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ കണ്ടു. പലവിധത്തിലുള്ള കഷ്ടതകളെക്കുറിച്ച് സൂചിപ്പിച്ച് 2 ഭാഗമായിട്ടാണ് വിഷയം പഠിക്കുന്നത്. ഇന്ന് 2ാമത്തെ ഭാഗവും നമ്മൾ ആരംഭിക്കും. നമ്മൾ കണ്ടു പലവിധത്തിലുള്ള കഷ്ടതകളും ദുഃഖങ്ങളും മനുഷ്യരുണ്ടാകാറുണ്ട്. സ്വന്തമായി എടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാകാം, മറ്റുള്ളവർ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാകാം, നമ്മുടെ കഴിഞ്ഞ തലമുറകളെടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാകാം. കാരണം ലോകത്തിൽ പ്രകൃതി നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് വന്ന കഷ്ടതകളാകാം. മാത്രമല്ല കഷ്ടതകളിൽ അതിൻ്റെ ഗുണമുണ്ടെന്നും നമ്മൾ കണ്ടു. കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ് ദൈവവചനം പറയുന്നത്. ഇപ്പം കഷ്ടതകളിൽ ചില ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ വികസനത്തിന് ആ ദുഃഖവും വേദനയും ആവശ്യമാണ്. കാല് മുറിഞ്ഞു രക്തമൊഴുകുന്നു എന്ന് മനസ്സിലായത് വേദനയുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലായി. ഇപ്പോൾ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമി ശാശ്വതമായി നിൽക്കുന്ന ഒരിടമല്ല. മാത്രമല്ല അവസാനമായി നമ്മൾ കണ്ടു കഷ്ടത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയ്ക്ക് വിരോധമല്ല. ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും കർത്താവ് യേശു പോലും കടന്നുപോയത് കഷ്ടതയുടെയും യാതനയുടെയും വേദനയുടെയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ നടുവിലൂടെയാണ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നത് കഷ്ടതകൾ വ്യക്തമായിട്ട് അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്. ഈ നിരീശ്വരവാദികൾ ദൈവമില്ലെന്ന് പറയുന്നവർ തന്നെ അവർ ഒരു തരത്തിൽ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്താ അവർ വിശ്വസിക്കുന്നത്? അവർ വിശ്വസിക്കുന്നത് ദൈവമില്ല എന്നവർ വിശ്വസിക്കുന്നു. പദാർത്ഥമാണ് എല്ലാം, പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചത് എന്നവർ വിശ്വസിക്കുന്നു. ജീവനിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്നുള്ള ജീവതത്വത്തിനെതിരായിട്ട് എല്ലാം താനേ ഉണ്ടായെന്നവർ വിശ്വസിക്കുന്നു. ഇതെല്ലാം അവർ വിശ്വസിക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ്, എങ്കിൽ പോലും അവർ വിശ്വസിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന ക്രമവും ഭംഗിയുമെല്ലാം വെറുതെ പൊട്ടിത്തെറിച്ചുണ്ടായതാണ്. ഈ സുബോധമില്ലാത്ത ഒന്നിൽ നിന്നാണ് ബോധമുള്ള മനസ്സും ബോധാവസ്ഥയുണ്ടായെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അവർക്കെതിരെയുള്ള സാക്ഷ്യമാണ്. ഇത് ശരിക്കും അവരുടെ അന്ധവിശ്വാസമാണിത്. ശരിക്കും അവരാണ് അന്ധമായി വിശ്വസിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ അവർക്ക് വിശ്വാസത്തെക്കാളും കൂടുതൽ വിശ്വാസം ആവശ്യമായി വരുന്നു. അപ്പം അപ്പോസ്തലൻ പൗലോസ് ഒരിക്കൽ മരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മരണം എന്താണെന്ന് മനസ്സിലാക്കാതെ വിഷമിക്കുന്നതായ ഒരു കൂട്ടം സമൂഹത്തോട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി. 1 തെസ്സലോനിക്കർ 4:13 സഹോദരന്മാരെ, ദൈവമക്കളോടാണ് എഴുതിയത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണത്തെക്കുറിച്ച് ശരിയായിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രത്യാശയില്ലാത്ത ലോകത്തിലെ അവിശ്വാസികളെ പോലെ മരണത്തിൽ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മരണം ജീവിതത്തിലെ പല അനുഭവങ്ങളിലും അവസ്ഥകളിലും ഒന്ന് മാത്രമാണ്. മരണത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കണം.
മരണത്തെ കീഴടക്കാനും അതിനെ വിജയിച്ച് മറുകരയിൽ പോകാനുമുള്ള അറിവും പരിജ്ഞാനവും അവകാശവും ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം മരണത്തെക്കുറിച്ച് നിദ്ര കൊള്ളുന്നവർ, മരിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് ശരിയായ പരിജ്ഞാനം ഉണ്ടാകണം. ഈ പരിജ്ഞാനമില്ലാത്തവർക്ക് പ്രത്യാശയില്ല. മരണത്തിനപ്പുറം എന്ത് എന്നറിയില്ല. മുന്നിലൊരു ഇരുട്ട് മാത്രമാണ്. ഇങ്ങനെ മുന്നിൽ ഇരുട്ട് മാത്രമായി ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ നഷ്ടപ്പെട്ട അനേകം മഹാന്മാരുണ്ട് ലോകത്തിൽ. അവിടെ ജീവിതം, ഭൂമിയിലൂടെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. അവസാനം മരണമാസന്നമാണ്. മരണം ഏത് മനുഷ്യനും വരും, ഏത് മഹാത്മാവിനും വരും. ഈ നിരീശ്വരവാദിയുടെ ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്ന വ്യക്തിയും മരണം നേരിടും. അന്നേരമാണ് അവൻ മനസ്സിലാക്കാൻ പോകുന്നത് തൻ്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രമാണ്. ഇപ്പോൾ വോൾട്ടയർ എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന, നാസ്തികത്വത്തിന് ഇത്രയധികം പ്രചാരം നടത്തിയ, ബൈബിളിലെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച ഈ മനുഷ്യൻ അവസാനം മരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം പ്രത്യാശയില്ലാത്തൊരു ജീവിതം അവസാനിക്കുകയാണ്. മുന്നിൽ ഒന്നുമില്ല, മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹതിയായ സ്ത്രീയാണ് ശാസ്ത്ര ലോകത്തിൽ മേരി ക്യൂറി. മേരി ക്യൂറി 2 തവണ നൊബേൽ സമ്മാനം കിട്ടിയ സ്ത്രീയാണ്. അവൾ, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് പീറിയും അവരുടെ മകൾ ഈവും. അവസാനം സ്വന്തം മകൾ എഴുതുകയുണ്ടായി, തൻ്റെ അമ്മ അവസാന നാളുകളിൽ ഒരു സമാധാനമില്ലാതാണ് മരിച്ചത്. ഒരു ഉദാഹരണത്തെ 1904 ഈ മാഡം ക്യൂറി തൻ്റെ 2ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. അവൾ ശാസ്ത്രത്തിലും ജീവിതത്തിലും വിശ്വസിക്കാൻ തയ്യാറായില്ല. താൻ ജന്മം കൊടുക്കാൻ പോകുന്ന ഈ ശിശു ഈ ഭൂമിയിലേക്ക് വരാതിരുന്നെങ്കിൽ, എന്തിനാണ് ഈ ജന്തുവിനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് വരെ ആ സ്ത്രീ നിലവിളിച്ചു പറഞ്ഞു. ജീവിതത്തിൻ്റെ അർത്ഥമറിയാതെ 2 നൊബേൽ സമ്മാനം കിട്ടിയിട്ട് എന്താ ഗുണം? ജീവിതമെന്തെന്നറിയാതെ നിരാശയുടെ പടുകുഴിയിൽ വീണ, മുമ്പിൽ പ്രത്യാശയില്ലാതെ മരിച്ചൊരു സ്ത്രീ. റോബർട്ട് ഇംഗർസോൾ എന്ന് പറയുന്ന മനുഷ്യൻ, കാരണം വളരെ ശക്തമായി നിരീശ്വരവാദത്തിന് വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ, അവസാനം അദ്ദേഹം എഴുതി, എൻ്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രമാണ്, മങ്ങിയൊരു നിറം മാത്രമാണോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഭയപ്പെടുകയാണ്, മരണം ആസന്നമായിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബർട്ടൺ റസൽ എന്ന് പറയുന്ന മനുഷ്യൻ വിഷാദത്തോടെ വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ്റെ ജീവിതം ഒരു നീണ്ട യാത്രയാണ്, ഇരുട്ടിലൂടെ നേരിലൂടെയുള്ള യാത്രയാണ്, എനിക്കൊന്നും കാണാനില്ല. ഇങ്ങനെയൊക്കെയാണ് നിരീശ്വരവാദികൾ അവസാന മരണത്തെ നേരിട്ടത്. അനേക പട്ടിക നമുക്ക് നിരത്താൻ സാധിക്കും, അതിലേക്ക് നമ്മൾ തുനിയുന്നില്ല. വിശ്വാസ ജീവിതം ജീവിക്കുന്ന അത്ര അനുഗ്രഹമാണ്. വിശ്വാസത്തോടെ ജീവിക്കുക, മുമ്പിൽ പ്രതീക്ഷയോടുകൂടി, മുമ്പിലൊരു വഴി, മുമ്പിലൊരു സ്ഥലം, മുമ്പിലൊരു പ്രതീക്ഷയോടുകൂടി ഈ ജീവിതയാത്ര നടത്തുക. 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സങ്കീർത്തന ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടന്നത്, ഭൂമിയിലെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ആടായി ദാവീദ് തന്നെ ചിത്രീകരിച്ചുകൊണ്ട് എഴുതുകയാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വര, മരണത്തിൻ്റെ താഴ്വര, അതിലൂടെ പോകുമ്പോൾ ധൈര്യത്തോടാണ് വിശ്വാസി പോകുന്നത്. എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രത്യാശയുടെ വാക്കുകൾ, ജീവിക്കുന്നതിൻ്റെ പ്രത്യാശ വ്യക്തമാണ്. മരണ താഴ്വരകൾ തന്നെ ഭയപ്പെടുത്തുന്നില്ല, അവിടെയും തന്നോടുകൂടി ഒരു ദൈവമുണ്ട്. ഇതിലല്ലേ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് എഴുതുമ്പോൾ ഫിലിപ്പി ലേഖനം 1-ാമത്തെ 23-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, മരിക്കണോ ജീവിക്കണോ എന്നുള്ള സന്നിഗ്ധ അവസ്ഥയിൽ രണ്ടിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ പൗലോസ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ല. ഈ ഭൂമിയിലെ ജീവിതത്തെക്കാളും അത്യുത്തമമായ ഒരു അവസ്ഥയാണ് മരണത്തിലൂടെ അപ്പുറത്തേക്ക് പോവുക, ക്രിസ്തുവിനോടുകൂടെ ചെല്ലുക. അപ്പം കഷ്ടത, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, തിന്മകൾ, ഇത് നിറഞ്ഞ ലോകം. ഈ പഠനത്തിൻ്റെ മറുഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അനേകം ആൾക്കാർ ഈ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇത് ദൈവ മക്കൾ, വിശ്വാസികൾ നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഈ പറയുന്ന ദൈവം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എന്തുകൊണ്ട്? ഈ പ്രളയം എങ്ങനെ? ഈ യുദ്ധം എങ്ങനെ? യുദ്ധക്കെടുതി എങ്ങനെ? മലയിടിച്ചിൽ എങ്ങനെ? ഉരുൾപൊട്ടൽ എങ്ങനെ? ഇതെങ്ങനെ ഈ നാശങ്ങൾ നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഉന്നയിക്കാറുണ്ട്. ദൈവമുണ്ടെങ്കിൽ നിരീശ്വരവാദികൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പിടിവള്ളിയായിട്ടാണ് ഈ ചോദ്യം കൊണ്ടുവരുന്നത്. കാരണം വിശ്വാസികൾ പലർക്കും ഇതിന് ഉത്തരമില്ല.
പ്രത്യേകിച്ച് സ്വന്തം ജീവിതത്തിൽ, കുടുംബത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ, കെടുതികൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി, ലോകത്തിൽ അത്രയധികം തിന്മ നിറഞ്ഞു കിടക്കുകയാണ്. ലോകത്തെ പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു ശില്പിയായ ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിനുള്ള ആ വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ച വിഷയമാണ് ഇതെന്നൊരു അവിശ്വാസി എഴുതുകയുണ്ടായി. ഇത് വളരെ ശക്തിയോടുകൂടിയാണ് വിശ്വാസ ലോകത്തിനെതിരെ ഇവർ ഇത് ഉന്നയിക്കുന്നത്, ചാർവികന്മാരും നാസ്തികന്മാരും. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കും. ഇപ്പൊ ക്രിസ്തീയ യഹൂദ വിശ്വാസത്തിന്, ബൈബിളിലെ വിശ്വാസത്തിനെതിരെയുള്ള ആഞ്ഞടിക്കുന്നൊരു വിഷയമാണിത്. ഈ തിന്മയും ദുഷ്ടതയും അത് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ ഇതിന്റെ വില ഇതിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ, ഇതിന്റെ ശക്തി മനസ്സിലാവുകയുള്ളൂ. ഈ ചോദ്യത്തിന്റെ നമ്മൾ അറിയാതെ ഉള്ളിൽ ചോദിച്ചു പോകും, ദൈവം ഉണ്ടെങ്കിൽ, ദൈവം ജീവനുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് സംഭവിച്ചു? എന്തുകൊണ്ട് ദുഷ്ടത നമ്മുടെ ചുറ്റും നടക്കുന്നു? ഈ തിന്മ നടക്കുന്നു? ആ പാവം പെൺകുട്ടി എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു? ആ സ്ത്രീ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? ആ സ്ത്രീയുടെ ഗർഭിണിയായിരിക്കും സ്ത്രീയുടെ വയറിന് വെട്ടിക്കീറി കൊന്നുകളഞ്ഞു. ആ കുടുംബം എന്ത് ചെയ്തിട്ടാണ്? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവത്തിനെ തടയാൻ പാടില്ലായിരുന്നു. എല്ലാ ദൈവമക്കളും നേരിടേണ്ട ചോദ്യമാണ് ഇത്. ചോദ്യം പെട്ടെന്ന് ഭൂമിയുടെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകില്ല. ഏറ്റവും വലിയ ചോദ്യമാണ് ഇന്ന് നമ്മൾ നേരിടുന്നത്, ദൈവമക്കൾ നേരിടുന്നത്. ശാസ്ത്രത്തെക്കുറിച്ചോ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെക്കാളൊക്കെ ഉപരിയായൊരു ചോദ്യമാണിത്. ഈ ചോദ്യം വേദനിപ്പിക്കുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് നിഷ്കളങ്കരായ മനുഷ്യൻ തകരുന്നു? ജന്മന തന്നെ വൈകല്യം ബാധിച്ച് ഇത്രയും വർഷം കട്ടിൽ രോഗിയായി അനങ്ങാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ എന്തുകൊണ്ട് ഈ കിടക്കുന്ന അവസ്ഥയുണ്ടായി? എന്ത് തെറ്റാ കുഞ്ഞ് ചെയ്തത്? ജനിച്ചപ്പോഴേ അന്ധമായി കാഴ്ചയില്ലാതെ ജനിച്ചത് എന്തുകൊണ്ട്? മുളയിലെ നുള്ളിക്കളഞ്ഞതുപോലെ ചില ജീവിതങ്ങൾ എന്തുകൊണ്ട് നുള്ളിക്കളയപ്പെട്ടു? എന്തുകൊണ്ട് യുദ്ധക്കെടുതികൾ, തിരിച്ചറിയാൻ കഴിയാതെ പോലെ കുഞ്ഞുങ്ങൾ വെന്തുരുകി കത്തിക്കരിയുന്ന കുഞ്ഞുങ്ങളുടെ രൂപം തിരിച്ചറിയാൻ പോലും കഴിയില്ല. ജീവിതം മുരടിച്ച അവസ്ഥകളെ കോടിക്കണക്കിന് ജീവിതങ്ങൾ ലോകത്തിൽ. ഈ ചോദ്യങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവവിശ്വാസികളുടെ മുമ്പിൽ ചോദ്യമുയർത്തുമ്പോൾ അനേകർക്ക് ഉത്തരമില്ല. ഈ വിഷയം നമ്മൾ കണ്ടു. വിഷയം നിർവചിക്കേണ്ടത് വീണ്ടും ആവശ്യമായിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതാണെങ്കിൽ പോലും ഈ വിഷയത്തിന്റെ, ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, ഇതിന് ഈ ആക്രമണത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. വലിയൊരു ആക്രമണം 300 BC 300 എപ്പിക്യൂറസിലൂടെ ആരംഭിച്ചതാണ് ഈ സംശയം, ഈ ചോദ്യം, ഈ പ്രസ്താവനകൾ. കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും കെടുതികളും ദുരന്തങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു? നിങ്ങൾ പറയുന്ന ദൈവം സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നിർത്തൽ ചെയ്യുന്നില്ല? ഈ ഭൂമിയിൽ ഇന്ന് നടമാടുന്നില്ലേ? അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ പറയുന്ന ദൈവം ഇല്ലെന്നല്ലേ? ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അനുവദിക്കുമോ? ദൈവത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ആ മോളിൽ നിന്ന് ആ മനുഷ്യൻ ചാടിച്ചത്? എന്തുകൊണ്ടാണ് ഈ യുദ്ധക്കെടുതികൾ ഇന്നും നടക്കുന്നത്? ലോകത്തിലെ ഭൂമുഖത്ത് അനേക സ്ഥലങ്ങൾ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ എത്രയോ മനുഷ്യരാണ് പിടഞ്ഞു വീണ് മരിക്കുന്നത്. ദൈവമുണ്ട് എങ്കിൽ, ദൈവത്തിന് ശക്തി ഉണ്ട് എങ്കിൽ, ദൈവം നല്ലവനാണെങ്കിൽ ഇത് എന്തുകൊണ്ട് അനുവദിക്കുന്നു? എന്തുകൊണ്ട് ഇത് നടക്കുന്നു? ഇതെന്താ നീക്കം ചെയ്യാത്തത്, ഉന്മൂലനം ചെയ്യാത്തത് എന്തുകൊണ്ട്? അപ്പോൾ നല്ലവനായ സർവശക്തനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ദുഷ്ടതയുടെ സാന്നിധ്യം, തിന്മയുടെ സാന്നിധ്യം ഒരു വലിയ വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ഈ നല്ലവനായ ദൈവം, സർവശക്തനായ ദൈവം, എല്ലാം കഴിയുന്ന സൃഷ്ടിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഇത് എന്തിനെ അനുവദിച്ചു? ഈ തിന്മയും കഷ്ടതയും ദുരന്തവും എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവം നല്ലവനാണെങ്കിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ലേ? ഈ കണ്ണുനീരുകൾ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നീങ്ങണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ലേ? ദൈവം സർവശക്തനാണെങ്കിൽ ദൈവത്തിന് അത് നീക്കം ചെയ്യാൻ കഴിവില്ല. ദൈവത്തിന് നീക്കം ചെയ്യാൻ കഴിവില്ലെങ്കിൽ ദൈവം ശക്തനാണോ? ശക്തനാണെന്ന് പറയുകയും ഒന്നിനും കഴിയില്ല എങ്കിൽ അയാൾ ശക്തനാണോ എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ ദൈവത്തിന് കഴിയും, പക്ഷെ ചെയ്യില്ലെങ്കിൽ ദൈവം നല്ലവനാണ്, കരുണയുള്ളവനാണ്, സ്നേഹമാണോ, നന്മയുള്ളവനാണോ? ഈ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് വല്ലാതെ വീർപ്പുമുട്ടും. എല്ലാ ദൈവമക്കളും അവരുടെ ദൈവിക സങ്കല്പത്തിന് കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഇത് വെറുതെ അവഗണിക്കേണ്ട ചോദ്യങ്ങളല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ ജീവിതത്തിലോ വരുമ്പോഴായിരിക്കും ഈ ചോദ്യം ഉയർന്നു വരുന്നത്, മറ്റുള്ളവർ ചോദിക്കുന്നത്, രഹസ്യമായും പരസ്യമായും. ഈ ചോദ്യം നേരിട്ടേ പറ്റും. നിരീശ്വരവാദി ദൈവത്തെ തള്ളിക്കളയുന്നവനാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നു. അവൻ പറയുന്ന എല്ലാം പദാർത്ഥത്തിൽ നിന്നുണ്ടായി, എല്ലാം മണ്ണിൽ നിന്നും പദാർത്ഥങ്ങളിൽ നിന്നുണ്ടായി, എല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് ഈ നിരീശ്വരവാദി അവിശ്വാസി പറയും. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യൻ,
അവൻ പറയുന്നത് സ്നേഹിക്കുന്നൊരു മനസ്സിൻ്റെ പിന്നിലില്ല, അറിവുള്ളൊരു മനസ്സിൻ്റെ പിന്നിലില്ല. ഈ പ്രകൃതിയിൽ കാണുന്ന വേദനകളും മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും അതൊന്നും വലിയ കാര്യമല്ല. അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമാണ്. ഒരുത്തൻ നിലനിൽക്കാൻ മൃഗലോകത്തിൽ നടക്കുന്നില്ലേ? ആ സിംഹം മറ്റൊരു മൃഗത്തെ കടിച്ചു കയറി തിന്നുന്നില്ലേ? ആ തിന്ന ആൺകുട്ടിയുടെ അപ്പനും അമ്മയും അവരും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ അവരുടെ കുഞ്ഞിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതുപോലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നിരീശ്വരവാദി പറയും. അവൻ നിലനിൽപ്പാൻ വേണ്ടി അവൻ വേറൊന്നിനെ കൊല്ലുന്നു. കയീൻ ഹാബേലിനെ കൊന്നത് അതുകൊണ്ടാണ്. അത് വാസ്തവമാണെങ്കിൽ എന്ന് അവർ പറയും. അവിടെ കയ്യിനെ നിലനിൽക്കണം. അവൻ തിന്മയാണോ നല്ലതാണോ തെറ്റാണോ അതൊന്നും നല്ല വിഷയം. അവനെ നിലനിൽക്കണം, സർവൈവൽ. അതിനുവേണ്ടി അവൻ മറ്റൊരുത്തനെ, അവൻ്റെ ബലഹീനനായ കഴിവ് ഇല്ലാത്ത ഒരാളെ കൊല്ലും. അതാണ് ഭൂമി നടക്കുന്നത്. ഇവിടെ ദൈവമൊന്നുമില്ല. ഇതാണ് ഇവിടെ ചിന്താഗതി. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ എല്ലാം പദാർത്ഥമാണെന്ന് പറയുന്ന ഈ നിരീശ്വരവാദിയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, നീതിമാനാണ്, ദയാലുവാണ്, കരുണാസമ്പന്നനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന വിഷയങ്ങൾക്ക് അവർക്കും ഉത്തരമില്ല. എന്നിട്ട് നമുക്ക് വരാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജീവതത്വശാസ്ത്രം. ദൈവം എന്ന ചിന്ത എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിലേക്ക് അറിയാതെ നമ്മൾ തിരിച്ചു വരുന്ന പോലെ, ദൈവം എന്ന ചിന്ത എവിടെ നിന്നുണ്ടായി? ഇതിന് നിരീശ്വരവാദി ഉത്തരം പറയണം. നിരീശ്വരവാദിന് ഉത്തരം പറയണം. എവിടെ നിന്നാണ് ഉദാര മനസ്ഥിതിയുള്ള സ്നേഹസമ്പന്നനായ കരുണാസമ്പന്നനായ ഒരു ദൈവത്തിൻ്റെ അസ്തിത്വം എവിടെ നിന്നുണ്ടായി? അപ്പം വിശ്വാസിയെ സംബന്ധിച്ച് എവിടെ നിന്ന് ദുഷ്ടതയും തിന്മയും ഉണ്ടായെന്ന് ഉത്തരം പറയുന്നതോടെ തന്നെ നിരീശ്വരവാദി അവിശ്വാസി ഉത്തരം പറയേണ്ട വിഷയമാണ് നന്മ എവിടെ നിന്നുണ്ടായി, ദൈവം സങ്കല്പം എവിടെ നിന്നുണ്ടായി, ഈ കരുണ എവിടെ നിന്നുണ്ടായി, ആർദ്രത മനസ്സിൽ എവിടെ നിന്നുണ്ടായി? അത് മണ്ണിൽ നിന്നുണ്ടായതാണ്, പദാർത്ഥത്തിൽ ഉണ്ടായതാണ്. നമുക്ക് ഈ വിഷയത്തെ അല്പം അടുത്തേക്ക് നോക്കാം. ആദ്യമായി ദൈവവചനത്തിൽ വിശ്വസ്തരായ ദൈവഭക്തന്മാരായിട്ടുള്ളവർ പോലും ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ തിന്മയുടെ സാന്നിധ്യം, തിന്മ എവിടെ നിന്ന്? 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഏലിയാവ് ഇങ്ങനൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. എനിക്ക് താമസിക്കാൻ ഒരു കെട്ടിടം, മാളിക മുറി ഉണ്ടാക്കി തന്ന് എന്നെ ഇവിടെ പരിചരിച്ച ഈ കുടുംബത്തിന് അവരുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ? ദൈവം എന്തുകൊണ്ട് ഈ തിന്മ അനുവദിച്ചു, ഈ ദുഃഖം അവരുടെ കുടുംബത്തിന് അനുവദിച്ചു എന്ന ചോദ്യം ചോദിച്ച മറ്റാരുമല്ല, ഒരു വിശ്വാസി ചോദിച്ചതാണ്. ഏലിയ എന്ന പ്രവാചകൻ ചോദിച്ചതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ ഗിദ്യോന്റെ ചോദ്യമുണ്ട്. ഗിദ്യോൻ എന്ന് പറഞ്ഞ പോരാളി ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്നാൽ ഗിദ്യോന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗിദ്യോൻ അറിയേണ്ട വിഷയം ഇതാണ്. ഗിദ്യോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മൾ എത്രയോ തവണ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഗിദിയോൻ പറഞ്ഞു. ഇപ്പൊ ഗിദിയോന്റെ ജീവിതത്തിൽ സംശയം നിൽക്കുകയാണ്. ദൈവം കൂടെയുണ്ട് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചത്? ദൈവം പണ്ട് ചെയ്ത അത്ഭുതങ്ങൾ എവിടെ? അത് വാസ്തവമാണോ? ചോദ്യമുണ്ടാവുകയാണ്. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴും ഹബക്കൂക്കും ഇതേ വിഷയം നേരിട്ടു. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തില് ഹബക്കൂക്കിന്റെ ചോദ്യം ഇതായിരുന്നു: ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടം തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും എന്തുകൊണ്ട്? ദുഷ്ടം തന്നിലും നീതിമാനായ നല്ലവനായ മനുഷ്യൻ ദുഷ്ടം കൊല്ലുമ്പോൾ നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ആ രാത്രി ചെറിയ ഇടവഴിയിൽ വെച്ച് ദുഷ്ടനായ ഒരു കള്ളൻ നീതിമാനായ നല്ലൊരു മനുഷ്യനെ തല്ലിക്കൊന്നപ്പോൾ ദൈവം നീ എവിടെയായിരുന്നു? നമ്മുടെ ഭാഷ. യോബിന്റെ ജീവിതത്തിൽ ഇത് വിരുദ്ധമല്ല. യോബിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ യോബ് ഇതേപോലെ പല തവണ ചോദ്യം തന്നെ മനസ്സിലും പുറമേ ചോദിച്ചതാണ്. യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം. അപ്പൊ ഈ ചോദ്യം ന്യായമാണ്.
വിശ്വാസിയായാലും ഈ ചോദ്യം ഉണ്ടാകാം. അതിലുള്ള തെളിവുകളാണ് ഏലിയാവാകട്ടെ, ഗിദ്യോനാകട്ടെ, ഹബക്കുക്കാകട്ടെ, യോബാകട്ടെ. യോബ് 10, 1 മുതൽ 3 വരെ. എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുതേ. എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്നെ അറിയിക്കണമേ. പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ? പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയായ മനുഷ്യവർഗത്തെ തുച്ഛീകരിക്കുന്നതും ദൈവമേ നിനക്ക് യോഗ്യമാണോ? എന്താണ് ഇങ്ങനെ അനുവദിക്കുന്നത്? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യോബ് ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ദൈവം ഉത്തരം പറഞ്ഞില്ല. ഇവർ ഞാൻ കാരണം പറയില്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? സർവശക്തനെ എന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും മാത്രം ചെയ്താൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് അനുവദിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുക പോലുമില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം പറയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം സർവശക്തനാണെന്ന് വിശ്വസിച്ച് ആ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കുക. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടല്ല ദൈവം നമ്മുടെ അവിശ്വാസം ആവശ്യപ്പെടുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ ശബ്ദം, വചനത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് താനേ ഉത്തരം കിട്ടും. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ദൈവം താനേ ഉത്തരം പറയും. വചനത്തിലെ ഉത്തരമുണ്ട്. ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിന് സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്നു. ഈ ഭൂമിയെല്ലാം നമ്മുടെ വാസസ്ഥലം നിന്ന് കാണിച്ചു തരുന്നു. ക്ഷമയും വിനയവും താഴ്മയും എല്ലാം വർദ്ധിക്കാൻ ഇടവരുത്തി. ഇതൊക്കെയല്ലേ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരങ്ങൾ. ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണ പറയാറുള്ളത് ദുഷ്ടത 3 വിധത്തിലുണ്ട്, അല്ലെങ്കിൽ തിന്മ 3 വിധത്തിലുണ്ട്. ഒന്ന് ഭൗതികമായ തിന്മ, ഭൗതിക കഷ്ടപ്പാടുകൾ. അത് ജലപ്രളയമാകാം, ഇടിമുഴക്കമാകാം, ചുഴലിക്കാറ്റാകാം, കൊടുങ്കാറ്റാകാം, അഗ്നിപർവ്വതമാകാം, സുനാമിയാകാം, വൈകല്യത്തോടുള്ള ശിശു ജനിക്കുന്നതാകാം. ഇതൊക്കെ ഭൗതികമായ തിന്മ, ഫിസിക്കൽ, ശാരീരികമായ തിന്മയും കഷ്ടതയും. രണ്ടാമത്തെ ധാർമ്മിക തിന്മ, കൊലപാതകം, ആർത്തി, പിണക്കം, വഴക്ക്, കയ്യേറ്റം, കള്ളം പറയുക. ഇതൊക്കെ ധാർമ്മിക തലത്തിലുള്ള തിന്മ. മൂന്നാമത് നിത്യമായ നരകം. നിത്യമായ നരകം, ദൈവത്തോട് മത്സരിക്കുന്നവരെ ദൈവം ഇടുന്ന സ്ഥലം. ഈ വിഷയത്തെക്കുറിച്ച് അവർ പറയും, അയ്യോ ദൈവം നല്ലവനാണ്, കരുണയുള്ളവനാണ്, മനസ്സിലവനാണ്, സ്നേഹസമ്പന്നനാണെന്നൊക്കെ പറയും. ദൈവം നരകം സൃഷ്ടിക്കുമോ? നരകത്തിൽ മനുഷ്യനെ തള്ളിവിടുമോ? നരകത്തിന്റെ തീച്ചുള്ളിൽ കിടന്ന് വെന്ത് ചാകാൻ പോലും കഴിയാതെ വണ്ണം വെന്ത് നീർന്ന അവസ്ഥ ഈ നല്ലവനെന്ന് പറഞ്ഞ ദൈവം അനുവദിക്കുമോ? ന്യായമായും തോന്നും ആ ചോദ്യം. പക്ഷെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ദൈവം കരം നീട്ടി സഹായിക്കാൻ നിന്നത് കാണാത്തതുകൊണ്ടാണ്. ദൈവം വിളിച്ച ശബ്ദം കേൾക്കാതെ തിരിഞ്ഞുപോയത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആഗ്രഹം നിത്യമായി ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ജീവിതത്തെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ തിന്മ, ദുഷ്ടത, ഈ കഷ്ടതകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിലും സർവശക്തനായ നല്ലവനായ ദൈവത്തെ ദൈവമക്കൾ വിശ്വസിക്കുക, ദൈവത്തിനെതിരെ പരാതി പറയുന്നു. അപ്പം ഇത് നമ്മൾ വിഷയത്തിൽ ഉത്തരത്തിലേക്ക് കണ്ടെത്തുന്നതിന് മുമ്പ് ആദ്യമായി ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ വിഷയം മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാൻ, ഈ വാദഗതികളെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാൻ ഈ വാക്കുകൾ നമ്മൾ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഈ വിഷയത്തിൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വാദഗതിയുടെ യഥാർത്ഥമായ ചിത്രം എന്താണ്, ശക്തി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് നിലനിൽപ്പിനെതിരെ ഉന്നയിക്കുന്നതായി ഈ വാദഗതികൾ. അത് നമ്മൾ സംസാരിക്കുമ്പോൾ, മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ടൊരു കാര്യം പറഞ്ഞു തുടങ്ങാം, ബാക്കി നമുക്ക് അടുത്ത ദിവസം. നന്മയുടെ നിലനിൽപ്പ്, നന്മയുടെ അസ്തിത്വം. ഒരു നിരീശ്വരവാദി, ദൈവമില്ലെന്ന് പറയുന്നവൻ വിശ്വാസിയോട് പറയും, നിങ്ങൾ പറയുന്ന പോലെ ദൈവം സർവ്വ നല്ലവനും മഹാനും കരുണാസമ്പന്നനും സ്നേഹസ്വരൂപനും സർവശക്തനുമൊക്കെ ആണെങ്കിൽ ഈ ഭൂമിയിൽ ദുഷ്ടത, തിന്മ, കെടുതി, ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് അവിശ്വാസിയായവൻ വിശ്വാസിയോട് ചോദിക്കുന്നു. പക്ഷെ നേരെ തിരിച്ച് വിശ്വാസിയായിട്ടുള്ള ഒരു ദൈവഭക്തൻ ഈ നിരീശ്വരവാദിയോട് ന്യായമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവമില്ലെങ്കിൽ നിന്റെ ചുറ്റും, നിന്റെ കുടുംബത്തിൽ, നിന്റെ ചുറ്റും, ഈ ലോകത്തിൽ ഈ കാണുന്ന നന്മകൾ എവിടെ നിന്നുണ്ടായി? എല്ലാം പദാർത്ഥത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്ന്, പൊടിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെങ്കിൽ, എല്ലാം പദാർത്ഥം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് എല്ലാമെങ്കിൽ, ഈ നന്മ എവിടെ നിന്നുണ്ടായി?
ഈ നന്മയുടെ ഉത്ഭവം എന്താണ്? സ്നേഹം, ഔദാര്യ മനസ്സ്, നല്ല ചിന്തകൾ, നല്ല മഹത് വ്യക്തികൾ, കരുണ, ഇങ്ങനെയുള്ള എല്ലാ നല്ല സ്വഭാവങ്ങളും എവിടെ നിന്നുമാണ്? ഈ നന്മയുടെ ഉദ്ദേശമെന്ത്? ഈ സമൂഹത്തിൽ നന്മയുടെ സാന്നിധ്യം എന്താ തെളിയിക്കുന്നത്? മണ്ണിൽ നിന്നാണോ ഈ സ്നേഹം വന്നത്, കരുണ വന്നത്? ഒരു നിരീശ്വരവാദി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റും. നേരെ മറിച്ച് വിശ്വാസി പറയേണ്ടത് എന്താണ് ഉത്തരം? ഈ ദുഷ്ടത, ദുരന്തം, തിന്മ, കഷ്ടത എന്തുകൊണ്ട് എന്ന് വിശ്വാസി ഉത്തരം പറയുമ്പോൾ പറയാൻ കഴിയണം. അതോടൊപ്പം തന്നെ ദൈവവിശ്വാസം ചോദ്യം ചെയ്യുന്ന മനുഷ്യർ ഉത്തരം പറയണം, ഈ നന്മയുടെ ഉറവിടമല്ല. ഈ വിഷയങ്ങൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പഠിക്കും. പലതരത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കും. പല പാഠങ്ങൾ ക്രമീകരിച്ചാണ് ഈ വിഷയം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ബോധ്യമുള്ളവരാകുക, നിശ്ചയമുള്ളവരാകുക. നമ്മുടെ ചുറ്റും നമ്മളിൽ തന്നെ നന്മകളില്ല, കരുണയുള്ള, സ്നേഹമുള്ള, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ഈ സ്വഭാവങ്ങൾ. ഇത് എവിടെ നിന്നും ഉണ്ടായി? ഇതുണ്ടാകാൻ ഒരു കാരണം വേണ്ടേ, ഒരു ഉറവിടം വേണ്ടേ? ഇതിൻ്റെ പൂർണ്ണതയായ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഒരു സ്നേഹത്തിന് ഒരു മനസ്സിൻ്റെ പിന്നിൽ വേണ്ടേ? ഇപ്പോൾ തുടരാൻ നമുക്ക് അടുത്ത പഠനത്തിൽ നാളെ ഈ വിഷയത്തെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത തെളിവുകളിലേക്ക് നോക്കും. ഒന്നാമത് കണ്ടു, നന്മയുടെ അസ്തിത്വം എവിടെ നിന്ന്? നിരീശ്വരവാദികൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നന്മയുടെ അസ്തിത്വം ഉറവിടം എവിടെ? തുടരാൻ അടുത്ത പഠനം. താങ്ക് യു.